ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷവോമിൻ്റെ ഏറ്റവും പുതിയ ടാബ്ലറ്റാണ് ഷവോമി പാഡ് 7. അപ്പോൾ ഷവോമി പാഡ് 5ഉം പാഡ് 6ഉം വളരെ പോപ്പുലറായ ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ആയിരുന്നു. ഇൻഫാക്ട് 30,000 റുപ്പീസിന് താഴെ ഏറ്റവും മികച്ച ടാബ്ലറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഷവോമി പാഡ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ വീണ്ടും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ ടാബ്ലറ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്ഗ്രേഡഡ് ഹാർഡ്വെയർ, ഒരുപാട് AI ഫീച്ചേഴ്സ്, പുതിയ കീബോർഡ്, പുതിയ സ്മാർട്ട് പെൻ എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാത്തിൻ്റെയും ബോക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എഴുതുന്നുണ്ടല്ലേ, ഷവോമി ഫോക്കസ് പെൻ ഉണ്ട്, പെൻ ഇൻപുട്ടിനുള്ള. പിന്നെ ഷവോമി പാഡ് 7 ഇതിൻ്റെ ഒരു ഫുൾ ബോക്സാണ് വന്നിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഷവോമി പാഡ് 7ൻ്റെ ഫോക്കസ് കീബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഫ്ലെജ് കീബോർഡ് വിത്ത് ട്രാക്ക് പാഡ് ആൻഡ് ബാക്ക് ലൈറ്റിംഗ്, ഇതെല്ലാം കൊണ്ടുള്ള ഒരു ഫോക്കസ് കീബോർഡും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ്ങും എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും ഈ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസുമാണ് പറയുന്നത്. അപ്പോൾ ഇത് 11.2 ഇഞ്ചസ് ടാബ്ലറ്റാണ്. 3:2 ആസ്പെക്ട് റേഷ്യോ ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ആസ്പെക്ട് റേഷ്യോ ആണ്. 3.2K ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അഗെയിൻ ഡിസ്പ്ലേയിൽ 2.5 3.2K അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വാഡ് സ്പീക്കേഴ്സ് ഉണ്ട്, 8850 mAh ബാറ്ററി ഉണ്ട്, എല്ലാം തന്നെ അടിപൊളിയാണ്. അപ്പോൾ കൂടുതൽ സമയം കളയാണ്ട് നമുക്ക് ആദ്യം തന്നെ അൺബോക്സിങ് ചെയ്യാം. അൺബോക്സിങ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ് പറയാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യേണ്ട പെന്ന്, കീബോർഡ്, അതേപോലെ തന്നെ പാഡ് 7. ഈ പാഡ് 7ൻ്റെ ആക്സസറിയാണ് ഇതെല്ലാം. ഒഫീഷ്യൽ ആക്സസറീസ് ആണ് ഷവോമീൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഷവോമി പാഡ് 7 ആണ്. ഇവിടെ ഇത് ചെയ്യണം HyperOS ഡോൾബി വിഷൻ, ഡോൾബി ആറ്റ്മോസ്, HyperOS 2.0 ആണ് വരുന്നത്. ഇവിടെ 3.2K 144 Hz സിനിമാറ്റിക് പ്ലസ് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ അപ്ഗ്രേഡ് ആണ്. കഴിഞ്ഞ വർഷം 2.5K ആയിരുന്നു, ഇപ്പോൾ 3.2K ഡോൾബി വിഷൻ സപ്പോർട്ടഡ് ആണ്. അതേപോലെ ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ടഡ് ആണ്. ക്വാഡ് സ്പീക്കേഴ്സ്, സ്നാപ്ഡ്രാഗൺ 7+ Gen 3 8850 mAh ബാറ്ററി, 12256GB ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മിറാഷ് പേർപ്പിൾ എന്ന് പറഞ്ഞ കളറാണ്. അതേപോലെ തന്നെ ഒരു ഗ്രീനും ഒരു ഗ്രേ കളറും, 3 കളേഴ്സാണ് വരുന്നത്. ഇവിടെ നമുക്ക് കീബോർഡും അതേപോലെ ഫോക്കസ് പെന്നും ആക്സസറി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് കിട്ടുന്ന ടാബ്ലറ്റാണ്. ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് നമുക്ക് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ്. ജസ്റ്റ് ഒരു സ്മോൾ ബോക്സ് ആണ്. പിന്നെ ഇതിനകത്ത് ഒരു 45 watt അഡാപ്റ്റർ ഉണ്ട്. അതല്ലേ 45 watt അഡാപ്റ്ററും അതേപോലെ ചാർജിങ് കേബിളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം, ഈ ടാബ്ലറ്റ് ഒന്ന് പുറത്തെടുത്ത് ബൂട്ട് ചെയ്യാം. അതിനൊപ്പം തന്നെ ഇതിൻ്റെ സ്മാർട്ട് കീബോർഡും കൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ ടാബ്ലറ്റ് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാബ്ലറ്റ് ഷവോമി പാഡ് 7. അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് മെറ്റാലിക് ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല ഈ 3 പിന്ന് കണ്ടോ, പോഗോ പിന്ന്, ഇതാണ് കീബോർഡായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് 13 MP ക്യാമറയാണ് വരുന്നത്. നല്ലൊരു മാറ്റ് ഫിനിഷാണ്, ഒരു യൂണിബോഡി മെറ്റൽ കൺസ്ട്രക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്ലിമ്മാണ്, കണ്ടില്ലേ 6.1 mm തിക്നെസ്സേ വരുന്നുള്ളൂ. പിന്നെ അറൗണ്ട് 500 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് കാണാം, ഡോൾബി ആറ്റ്മോസ് എഴുതി കാണാം, 2 സ്പീക്കർ ഇവിടെയും കാണാം, അതേപോലെ 2 സ്പീക്കർ താഴെയും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ USB Type-C ചാർജിങ് പോർട്ടാണ് വരുന്നത്. ഇനി ഡിസ്പ്ലേയിൽ നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് 3.2K ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. 144 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൾട്ടിമീഡിയക്ക് കിടുക്കാച്ചി ഡിസ്പ്ലേ എന്നൊക്കെ പറയാം. ബെസൽസ് യൂണിഫോം ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. 500 grams ഉള്ളൂ. 3:2 ആസ്പെക്ട് റേഷ്യോ ആണ് വരുന്നത്. 11.2 ഇഞ്ചസ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. അപ്പോൾ നല്ലൊരു ടച്ച് റെസ്പോൺസുമാണ്. ഒരു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്. അഗെയിൻ 800 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. അപ്പോൾ കളർ ഗ്യാമറ്റ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി DCI P3 കളർ ഗ്യാമറ്റ് ഉണ്ട്. അതിനൊപ്പം തന്നെ 100% DCI P3 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു റിച്ച് കളർ ടോൺസ് ആണ്. ഹൈഡ്രോ ടച്ച് ഉണ്ട്, അതായത് വെറ്റ് ടച്ച് ഡിസ്പ്ലേ കൊടുത്തിട്ട് വേരിയബിൾ 7 ലെവൽ വേരിയബിൾ ഡിസ്പ്ലേ ആണ്. റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത് ഡിസ്പ്ലേയിൽ. 144 ആണ് ഏറ്റവും ടോപ്പ് വരുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ടോപ്പ് ആൻഡ് വേരിയന്റിൽ നാനോ ടെക്സ്ചർ ഡിസ്പ്ലേ, അതായത് ആൻറ്റി ഗ്ലെയർ പ്ലസ് ആൻറ്റി റിഫ്ലക്റ്റീവ് ഡിസ്പ്ലേ ഉണ്ട്. അത് ഡബിൾ ലെയർ പ്രോസസ്സാണ്. ഈ ഒരു വേരിയന്റിലില്ല, നമ്മുടെ കയ്യിലുള്ള വേരിയന്റിലില്ല. എന്നാൽ അത് ടോപ്പ് ആൻഡ് വേരിയന്റിൽ അവൈലബിൾ ആണ്. ആ ഒരു ഫീച്ചറും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നാനോ ടെക്സ്ചർ ഡിസ്പ്ലേ. സ്ക്രീൻ സൈസ് 11.2 ഇഞ്ചസ് ആണ്. 3:2 ആസ്പെക്ട് റേഷ്യോ ആണ്. മൾട്ടിമീഡിയക്കൊക്കെ നല്ല അനുയോജ്യമായ ആസ്പെക്ട് റേഷ്യോ ആണ് വരുന്നത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ്, ഡിസ്പ്ലേ അടിപൊളിയാണ്. നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. പിന്നെ
മൾട്ടിമീഡിയയ്ക്ക് വേണ്ടി സ്പീക്കേഴ്സും ക്വാഡ് സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് എഗെയിൻ എബൌട്ട് ടാബ്ലറ്റ് എടുത്ത് കഴിഞ്ഞാൽ HyperOS 2.0 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് 15 ആണ്. ഷോമി പാഡ് 7 എന്ന് എഴുതി കാണാം. ഡീറ്റെയിൽ സ്പെക്സിലേക്ക് പോയി കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3, പിന്നെ ഇവിടെ 12+4 GB RAM ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റൈലസ് ആൻഡ് കീബോർഡ്, സ്റ്റൈലസിൽ കണ്ടില്ലേ നമുക്ക് ഇതാണ് സ്റ്റൈലസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റൈലസിലും റൈറ്റിംഗ്, സ്പോട്ട്ലൈറ്റ്, അതേപോലെ നമുക്ക് പ്രസൻറ്റേഷൻ മോഡ് ഉണ്ട്, റൈറ്റ് മോഡ് ഉണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ റൈറ്റിംഗ് ഇത് എടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ റൈറ്റിംഗ് this is a sample text. അപ്പോൾ നമുക്കിതിൻ്റെ തിക്നെസ്സും ഇതൊക്കെ ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ റബ്ബർ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാവുന്നത്. അതേപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് ഉണ്ട്, നമ്മൾ കണ്ടില്ലേ സ്പോട്ട് ലൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു പ്രസൻറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ സ്പോട്ട് ലൈറ്റ് ആണ്. പിന്നെ സ്ക്രീൻഷോട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് കണ്ടില്ലേ നമുക്ക് എത്ര വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത് ആ സ്ക്രീൻഷോട്ടിനെ എഡിറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ സ്കെച്ച് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഇതിനകത്ത് മീൻ്റെ ക്യാൻവാസ് പറഞ്ഞ ആപ്പ് ഞാൻ നേരത്തെ കാണിച്ചു തരുന്ന ആപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഫുള്ളായിട്ട് സ്കെച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഈ പെന്നിൽ കൊടുത്തിട്ടുണ്ട്. ഈ പെന്ന് ഫോക്കസ് പെൻ എന്നാണ് ഇത് പറയുന്നത്. ഇത് അഡീഷണൽ ആക്സസറി ആയിട്ടാണ് വന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് പെയർ ചെയ്യാൻ ഇവിടെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി, പെയർ ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ചാർജിങ്ങിനുള്ള ഓപ്ഷനും ഉണ്ട്. ചാർജും ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ ചാർജിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നല്ലൊരു സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റേത് നമ്മുടെ കീബോർഡാണ് അടുത്ത ആക്സസറി വരുന്നത്. അപ്പോൾ കീബോർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് കൂടി പറയാം. ഇവിടെ ഇന്റർ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഹോം സ്ക്രീൻ 2.0 ഉണ്ടല്ലേ, ഹോം സ്ക്രീൻ 2.0. അതായത് നമ്മുടെ ഷോമീൻ്റെ ഫോൺസ്, അതേപോലെ ബാക്കിയുള്ള ആപ്സൊക്കെ ആയിട്ട് ബാക്കിയുള്ള ഡിവൈസസ് ആയിട്ട് വാച്ച്, ടാബ്ലറ്റ്, ഫോൺ, ഇതെല്ലാം തന്നെ ഇന്റർ കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ അത് ഇവിടെ മിറർ ചെയ്യാം, അതേപോലെ ട്രാൻസ്ഫർ ചെയ്യാം NFC വഴി, ക്ലിപ്പ് ബോർഡ് ട്രാൻസ്ഫർ ചെയ്യാം, ആപ്സ് യൂസ് ചെയ്യാം, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇമേജ് ചെയ്യാം. പിന്നെ ഒരുപാട് AI ടൂൾസും ഇൻക്ലൂഡഡ് ആണ്. AI ടൂൾസിനകത്ത് നമുക്ക് എന്താ പറയുക, നോട്ട്സിൽ ആപ്ലിക്കേഷൻ AI ടൂൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം തന്നെ AI ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ പ്രത്യേകിച്ച് ഈ ഹോം സ്ക്രീൻ 2.0 ഇന്റർ കണക്ടിവിറ്റി ഓപ്ഷൻ വളരെ ഒരു മികച്ച ഫീച്ചറാണ്. പ്രത്യേകിച്ച് ഷോമി ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ. കഴിഞ്ഞ വർഷം ആക്ച്വലി നമ്മൾ കാണിക്കേണ്ടായി ഷോമി 14ഉം പാഡ് 6ഉം നമ്മൾ കോൺഫിഗർ ചെയ്ത് കാണിക്കേണ്ടായി. ആ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഷോമീൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ഇല്ലാത്ത കാരണം നമുക്ക് കാണിക്കാൻ പറ്റില്ല. എന്നാലും ഇന്റർ കണക്ടിവിറ്റി ഇത് ഹോം സ്ക്രീൻ പ്ലസ് 2.0 ആണ് വരുന്നത്, ലേറ്റസ്റ്റ് വേർഷൻ. അതായത് HyperOS 2.0ലാണ് ആ കണക്ടിവിറ്റി ഓപ്ഷൻസ് എല്ലാം തന്നെ വരുന്നത്. പിന്നെ സ്റ്റൈലസ് ആൻഡ് കീബോർഡിൽ ഞാൻ കണ്ടില്ല, കീബോർഡിൽ നമുക്കിവിടെ കീബോർഡ് കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ബാക്കി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. നല്ലൊരു സ്മൂത്ത് ടാബ്ലറ്റിനുള്ള ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടാബ്ലറ്റിനുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഫ്ലോട്ടിംഗ് വിൻഡോ, വർക്ക് സ്റ്റേഷൻ, ഹൊറിസോണ്ടൽ ആപ്പ് ലേ ഔട്ട്, ഒപ്റ്റിമൈസ് ആപ്പ് ലേ ഔട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടാബ്ലറ്റിന് വേണ്ട അനുയോജ്യമായ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് അധികം ആപ്സ് ഒന്നുമില്ല, കുറച്ച് ആപ്സേ ഉള്ളൂ. ആകെ നെറ്റ്ഫ്ലിക്സും WPS ഓഫീസും ലിങ്ക്ഡിൻ അങ്ങനെ ഒരു 3-4 ആപ്സ് മാത്രമേ പ്രീ ഇൻസ്റ്റാൾഡ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. വളരെ സ്മൂത്ത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. AIക്കും അതേപോലെ തന്നെ ഇന്റർ കണക്ടിവിറ്റി ഓപ്ഷൻസിനുമാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ കീബോർഡ് കൂടെ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോക്കസ് കീബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു എഗെയിൻ ഒരു ആക്സസറിയാണ്. ഇത് കുറച്ചൊരു ഫുൾ ഫ്ലജ് കീബോർഡായിട്ട് കുറച്ചൊരു വെയിറ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അതുണ്ട്, ഇതാണ് നമ്മുടെ ഫോക്കസ് കീബോർഡ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മാനുവലും ബാക്കി വാറന്റി ഇൻഫർമേഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പോഗോ പിൻ കാണാം, ഫോണായിട്ട് കണക്ട് ചെയ്യാൻ ടാബ്ലറ്റ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള പോഗോ പിന്ന്. അതിനൊപ്പം തന്നെ ഇവിടെ നമുക്ക് ക്യാമറ കട്ടൗട്ട്, ഇവിടെ ഫുൾ ഫ്ലജ് കീബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കീബോർഡ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് വെച്ചാൽ മാഗ്നറ്റിക് മെക്കാനിസം വെച്ച് നമ്മളില്ലേ നല്ല രീതിയിൽ അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മുടെ ഫോം ഫാക്ടർ. അതായത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി എല്ലാം ക്ലോസ് ചെയ്യും. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരും. അതേപോലെ ഇതിനകത്ത് നമ്മളിപ്പോൾ ടാബ്ലറ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് വരും. കീബോർഡ് ഷോർട്ട് കട്ട്സ് നമുക്ക് കോൺഫിഗർ ചെയ്യാം. അതേപോലെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ബാക്ക് ലൈറ്റ് ഉണ്ട്. ബാക്ക് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാനുവലി ഇതിന് ബ്രൈറ്റ്നെസ് ഇൻക്രീസ് ചെയ്യാം. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ കേഴ്സർ കൺട്രോൾ ഉണ്ട്. പിന്നെ ജസ്റ്റ് ഗോ ബാക്ക് ടു പ്രീവിയസ് വിൻഡോ, സ്വിച്ച് ബിറ്റ്വീൻ ആപ്സ്, അതായത് 3 ഫിംഗർ സ്വൈപ്പ് ചെയ്ത് കണ്ടില്ലേ നമുക്ക് സ്വിച്ച് ചെയ്യാം ആപ്സ്. അതേപോലെ താഴോട്ട് ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കും.
മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഹോം സ്ക്രീനിലേക്ക് പോകാം, ആപ്പ് സ്വിച്ചിങ്ങും ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തുണ്ട്. റീസെൻസ് ആപ്പ്, ടേക്ക് സ്ക്രീൻഷോട്ട്, അങ്ങനത്തെ ഒരുപാട് ജസ്റ്റേഴ്സ് സപ്പോർട്ടഡ് ആണ്. നല്ലൊരു സ്മൂത്ത് ഇതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഒരു കീ ട്രാവൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ടൈപ്പ് ചെയ്യാന്നുള്ളത് നല്ല കീ ട്രാവലും അതേപോലെ ബാക്ക് ലൈറ്റിംഗ് ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയൊക്കെ ടൈപ്പ് ചെയ്യാൻ ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത് പറയാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു കീബോർഡാണ്, നല്ല സോളിഡ് കീബോർഡാണ്. ഈ കീബോർഡ് പോകോ പിൻ വെച്ച് തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ടാബ്ലറ്റ് ഫുൾ ചാർജ് ആണെങ്കിൽ അതിൽ നിന്ന് തന്നെ ബാറ്ററി എടുത്ത് ഇത് യൂസ് ചെയ്യും. പിന്നെ ഫുൾ ഫ്ലെജ് കീബോർഡാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ട്രാക്ക് പാഡും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ട്രാക്ക് പാഡിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കീബോർഡ് വളരെ ഒരു പ്രൊഡക്റ്റീവ് ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇങ്ങനെ ഒരു കേസായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല സോളിഡ് കേസാണ്, നല്ല സോളിഡ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നമുക്ക് നല്ലൊരു ഹിഞ്ചുണ്ട്. ഹിഞ്ച് മെക്കാനിക്സ് ഒക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ നല്ലൊരു കീബോർഡ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തുറന്നു കഴിഞ്ഞാൽ തന്നെ അപ് ടു 123 ഡിഗ്രീസ് ഫ്ലാറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഈ കീബോർഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നല്ലൊരു നമുക്കൊരു ടൈപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസും ഈ കീബോർഡ് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആക്സസറിയും ഡെഫിനറ്റ്ലി നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറും ഡിസ്പ്ലേയും ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ, പെർഫോമൻസ്, ഡിസൈൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കീബോർഡ് അറ്റാച്ച് ചെയ്യുന്ന രീതി പറഞ്ഞു, അതേപോലെ പെൻ ഇൻപുട്ട് പറഞ്ഞു. ഇനി പെർഫോമൻസിലേക്ക് പോകുമ്പോൾ ഇതിന് കിട്ടുന്നത് സ്നാപ്ഡ്രാഗൺ 7+ Gen 3 പ്ലാറ്റ്ഫോമാണ്. ഏറ്റവും മികച്ച 7 സീരീസ് ചിപ്പാണ്. ഇൻഫാക്ട് ആൻറ്റിറ്റ്യൂഡ് സ്കോർ ഓൾമോസ്റ്റ് ക്ലോസ് ടു 13 to 14 lakhs ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആൻറ്റിറ്റ്യൂഡ് സ്കോർ അത്ര തന്നെ കിട്ടിയിട്ടുണ്ടല്ലേ, 13 lakh 13,32,538 നമുക്ക് ആൻറ്റിറ്റ്യൂഡ് സ്കോർ കിട്ടിയത്. അപ്പോൾ അത്രയും പവർഫുൾ ആയ ഒരു ചിപ്പാണ്. LPDDR5X റാമോ UFS 4.0 സപ്പോർട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ടാബ്ലറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ പെർഫോമൻസിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ളതാണ്. അത്രയും നല്ല പെർഫോമൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ടാബ്ലറ്റും ഈ ഒരു കീബോർഡും വെച്ച് നല്ല പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അതേപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ AI ട്രിക്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കീബോർഡിൽ ബാക്ക് ലൈറ്റിംഗ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയൊക്കെ ടൈപ്പ് ചെയ്യാൻ നല്ലതാണ്. ടച്ച് പാഡും ഇത്തവണ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം തന്നെ നല്ലതാണ്. പിന്നെ ക്വാഡ് സ്പീക്കേഴ്സാണ്, നല്ല രീതിയിൽ നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ക്വാഡ് ഫയറിങ് സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ ഒരു മൾട്ടിമീഡിയ ടാബ്ലറ്റ് പ്ലസ് പ്രൊഡക്ടിവിറ്റി ടാബ്ലറ്റ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് വൈഫൈ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ, 5G സപ്പോർട്ട് ഇല്ല. അത് പ്രോബബ്ലി ഒരു ഡൗൺ സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 5G ടാബ്ലറ്റ് അല്ല, നമ്മുടെ റെഗുലർ വൈഫൈ ടാബ്ലറ്റ് മാത്രമേ ആ ഒരു ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അതേപോലെ തന്നെ സ്റ്റോറേജും റാമും എല്ലാം തന്നെ അപ്ഗ്രേഡഡ് ആണ്. 8 GB റാമാണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. കഴിഞ്ഞ വർഷം 6 ആയിരുന്നു, എന്നാൽ ഇത്തവണ ബേസ് വേരിയൻറ്റ് വരെ 8 GB റാമും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. ഇനി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 13 MP റിയർ ക്യാമറയും 8 MP സെൽഫി ക്യാമറയുടെ വരുന്നത്. അഗെയിൻ ഇതൊരു ടാബ്ലറ്റ് ഒബ്വിയസ്ലി നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ലല്ലോ, എന്നാലും വീഡിയോ കോൾസ് ഒക്കെ എടുക്കാൻ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 4-5 ഫോട്ടോസ് കാണിക്കാം. ഇതെന്ന് എടുത്ത് 13 MP റിയറും 8 MP സെൽഫി ക്യാമറയാണ്. കുഴപ്പമില്ലാത്ത ഒരു ബേസിക് ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ 8850 mAh ബാറ്ററിയാണ്. 45 watt ചാർജർ ബോക്സിനകത്ത് തന്നെ ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ കാണിക്കേണ്ടായി. 80 minutes ആണ് 0 to 100% ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. അത് എനിക്ക് ആക്ച്വലി സർപ്രൈസിംഗ്ലി ഗുഡ് എന്ന് പറയാം. കാരണം 8850 mAh ബാറ്ററി 45 watt കൊണ്ട് ഇത്രയും ഫാസ്റ്റായി ചാർജ് ചെയ്യുന്നതിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പറയുക. എഗെയിൻ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, കമ്പനി പറഞ്ഞ അവകാശമാണ്. ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി നല്ലതാണ്, കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ലാർജർ കപ്പാസിറ്റി ബാറ്ററിയും നല്ലൊരു ഡിസ്പ്ലേ ആണ്, നല്ലൊരു എഫിഷ്യൻറ്റ് ചിപ്പും കൂടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാറ്ററി നല്ല കപ്പാസിറ്റിൻ്റെ അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് Xiaomi Pad 7. പ്രോബ്ലി ദ ബെസ്റ്റ് ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ഫോർ ദിസ് പ്രൈസ് സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 30,000 രൂപ ആ റേഞ്ചിൽ ഏറ്റവും മികച്ച ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ആയിരുന്നു Xiaomi Pad 6. അത് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ദ ബെസ്റ്റ് ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ആ പ്രൈസ് സെഗ്മെന്റിൽ എഗെയിൻ ഇമ്പ്രൂവ് ആയി എന്നുള്ളതാണ് Pad 7 Xiaomi കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് AI ഫീച്ചേഴ്സും ക്രോസ് കണക്ടിവിറ്റി, ഹോം സ്ക്രീൻ 2.0 വെച്ച് ക്രോസ് കണക്ടിവിറ്റി, അതായത് നമ്മൾ ഫോൺ മിറർ ചെയ്യാം, ഫോണിൽ നിന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യാം, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതിനൊപ്പം തന്നെ AI ഫീച്ചേഴ്സ് ഒരുപാട് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ലൊരു പ്രൊഡക്ടിവിറ്റി ടാബ്ലറ്റും പ്ലസ് മൾട്ടിമീഡിയ ടാബ്ലറ്റ് എന്നുള്ളക്ക്
എക്സലൻറ്റ് ഓപ്ഷനാണ് ഷവോമി പാഡ് 7. എഗെയിൻ ഇത് നമ്മൾ അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസിങ് അനൗൺസ്ഡ് അല്ല. അപ്പോൾ പ്രൈസിങ് എനിക്കറിയില്ല, ഞാൻ പാഡ് 6ൻ്റെ പ്രൈസിങ് വെച്ചാണ് ഇതെല്ലാം പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നല്ല ഒരു പവർഫുൾ ടാബ്ലറ്റ് എടുക്കാൻ പ്ലാനിങ്ങിൽ കണ്ണും പൂട്ടിയെടുക്കാവുന്ന ഒരു ടാബ്ലറ്റാണ്. ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് ടൂൾസും ഇൻക്ലൂഡഡ് ആണ്. ഈ കീബോർഡും ഇതും സെപ്പറേറ്റ് ആക്സസറി ആട്ടോ, ഇതിനകത്ത് വരുന്നതല്ല. കീബോർഡും അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പെൻ ഇൻപുട്ടും സെപ്പറേറ്റ് ആക്സസറി ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോഗോ പിൻ വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈ നമ്മുടെ ടാബ് മാത്രമാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റും ആണ്. കണ്ടില്ലേ, നല്ല ലൈറ്റ് വെയിറ്റ് ടാബ്ലറ്റ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലൂ കളറാണ്, ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തപ്പോൾ കാണിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പോഗോ പിന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ നല്ല ഒരു ടാബ്ലറ്റ് എക്സ്പീരിയൻസ് ആണ്. മാഗ്നറ്റിക് ഇൻപുട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാബ്ലറ്റിൻ്റെ ഡീറ്റെയിൽഡ് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ടാബ്ലറ്റിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.